ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ. രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രാമ കൃഷ്ണ ഗോവിന്ദ. രാമ കൃഷ്ണ ഗോവിന്ദ. ഇന്ന് നമുക്ക് ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകങ്ങളായ 9ഉം 10ഉം പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 15 കപിലോപദേശം ശ്ലോകം 9. ഇതി സുവിദിതവേദ്യാം ദേവഹേ ദേവഹൂതിം കൃതന്യുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗിസംഖൈഃ വിമലമതിരഥാസൗ ഭക്തിയോഗേന മുക്താ ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീജ്യാം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. ഇതി സുവിദിതവേദ്യാം. സുവിധി ദയ എന്നുള്ളതിൻ്റെ ഇത് എന്നാണ്. സുവിദിതവേദ്യാം ദേവ, അവിടെ 2 സ്ഥലത്തും ദ എന്നുള്ളത് ദയയുടെ ഇത് എന്നാണ്. ഹേ ദേവഹൂതിം, ഇവിടെ അതേ ഇത് ആണ്. ദേവഹൂതിം വള്ളിമുർക്കം. കൃതന്യുതിമനുഗൃഹ്യ, കൃതന്യുതിം അനുഗൃഹ്യ, അത് ചേർത്തിട്ടാണ് കൃതന്യുതിമനുഗൃഹ്യ. ഗൃഹ്യ, ഗൃ എന്നുള്ള അക്ഷരം ഗ എന്നെഴുതിയിട്ട് പാതിന്നുള്ളിൽ കൊടുക്കുമ്പോൾ അത് ഗൃ എന്നാവും. ഗൃഹ്യ ത്വം ഗതോ യോഗിസംഖൈഃ. യോഗിസംഖൈഃ അവിടെ വിസർഗമുണ്ട്, അപ്പം അങ്ങനെ വിസർഗത്തോടു കൂടെ നിർത്തണം. ഖ എന്നുള്ളത് മേഘത്തിൻ്റെ ഖ എന്നാണ്. വിമലമതിർ അഥ അസൗ, അത് ചേർത്തിട്ടാണ് വിമലമതിരഥാസൗ. വിമലമതിരഥാന്ന് നീട്ടിയിട്ട് സൗ എന്ന് പറഞ്ഞാൽ മതി. ഥ എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഭക്തിയോഗേന, ഭ എന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തി എന്നുള്ളത് കാത്ത എന്നാണ്, ഒട്ടും ഊന്നണ്ട. ഭക്തിയോഗേന മുക്ത, ഇവിടെയും അതേപോലത്തെ കാത്ത. മുക്ത ത്വമപി, ത്വമപി ജനഹിതാർത്ഥം, ജനഹിതാർത്ഥം ഥം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വർത്തസേ നീട്ടിയിട്ട് പ്രാഗുദീജ്യാം, പ്രാഗുദീജ്യാം. ച്യാം എന്നാണ്, ജ്യാം എന്നല്ല. ച്യാം ച എന്നെഴുതിയിട്ട് ദീർഘം മുർക്കം ച്യ നാവാള ചിഹ്നം ഇതൊക്കെ ശ്രദ്ധിച്ചോളൂ. പ്രാഗുദീജ്യാം അങ്ങനെ നിർത്താം. ഇതി സുവിദിതവേദ്യാം ദേവഹേ ദേവഹൂതിം കൃതന്യുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗിസംഖൈഃ വിമലമതിരഥാസൗ ഭക്തിയോഗേന മുക്താ ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീജ്യാം. അടുത്തത് 10ാമത്തെ ശ്ലോകം. പരമകിമുബഹൂക്ത്യാ ത്വത്പദാംഭോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാധത്സ്വഭക്തിം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. പരമ കിമു ബഹൂക്ത്യ, ബ എന്നുള്ളത് ബാലൻ എഴുതണ ബ എന്നാണ്. ബഹൂക്ത്യ നീട്ടിയിട്ട് ത്വത് പദാംഭോജ ഭക്തിം,
ത്വത് പദ ദ എന്നുള്ളത് ദയുടെ ദ എന്നാണ്. ഭോ എന്നുള്ളത് ഉറപ്പിച്ച് പറയണം. ഭക്തി എന്നുള്ളതിൻ്റെ ഭ എന്നും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. സകല ഭയവിനേത്രീം ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഭയവിനേത്രീം നീട്ടിയിട്ട് മുർക്കം. സർവകാമ ഉപനേത്രീം സർവകാമോപനേത്രീം ഒന്നിച്ച് പറയുമ്പോൾ വദസി വദസി ദ എന്നുള്ളത് ദയുടെ ദ എന്നാണ്. ഖലു ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ദൃഢം ഠം എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ത്വം തദ്വിധൂയാമയാൻ തദ്വിധൂയ ആമയാൻ അത് ചേർത്തിട്ട് തദ്വിധൂയാമയാൻ ധു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. തത് വിധൂയ അങ്ങനെ പിരിച്ചിട്ട് പറയാം. തദ്വി എന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തത് വിധൂയാമയാൻ അങ്ങനെ ചൊല്ലാം. ഗുരുപവനപുരേശ ഗുരുപവനപുരേശ ത്വയി ഉപാധത്സ്വ അത് ചേർത്തിട്ട് ത്വയ്യുപാധത്സ്വ ഭക്തിം ത് സ എന്നാണ് സ എന്നുള്ളത്. സ്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ത്വയ്യുപാധത്സ്വ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭക്തിം ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. തിം കാത്താന്ന് ഒട്ട് മൂന്നണ്ട വള്ളി മുർക്കം അങ്ങനെ നിർത്താം. ഭക്തിം അങ്ങനെ നിർത്താം. പരമകിമുബഹൂക്ത്യ ത്വത്പദാംഭോജ ഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാധത്സ്വ ഭക്തിം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.